Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ മുഖ്യ അതിഥി അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചിയുടെ റെസിപ്പീസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താന്നുള്ളതല്ലേ. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചൊറിയണം തോരൻ വെച്ച് കഴിക്കാൻ പോവാം. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എന്താകും, കൈ ചൊറിയോ, അതൊന്നും എനിക്കറിയത്തില്ല. സത്യത്തിൽ ഇത് പണ്ട് തൊടിയിലും പറമ്പിലും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കിന്നിലെങ്ങാണോ ഒന്ന് മുട്ടിയാൽ മതി, അപ്പടി ചൊറിച്ചിലായിരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു ഓർമ്മയാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതലുള്ളത്. പക്ഷേ എന്നാലും പഠിപ്പുരയിലും മറ്റ് പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. ആയുർവേദ സസ്യം എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നമ്മളിത് കർക്കിടക മാസത്തിൽ ഇത് കറിയോടൊപ്പവും അതല്ലെങ്കിൽ തോരനൊക്കെ ആയിട്ട് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഉത്തമമാണ് എന്നാണ് അമ്മച്ചിയുടെ വാദം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചുകൊണ്ട് നിന്ന ആള് ഇവിടെ കുടയും പിടിച്ച് നിൽക്കുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നിറങ്ങിയതാട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഈ കാട്ടിലെല്ലാം നിന്ന് അമ്മച്ചി മഴ മാറിയിട്ടേ ഉള്ളൂ, എന്തൊക്കെയോ നുള്ളി പറിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറമ്പിന്ന് പൊട്ടിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഇത് ആനച്ചൊറുതനാ, ഇത് ഈ മാസമാണ് ഇത് തോരൻ വെച്ച് കഴിക്കേണ്ട, ഭയങ്കര ഗുണമാണ്, ഇതിന് ക്യാൻസർ പോലും വരില്ല എന്നൊക്കെയാണ് കേട്ടോ അമ്മച്ചി പറയുന്നത്. ഞാനിത് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളും കൂടെ ചെയ്ത് നോക്കി. ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. കൊടിത്തൂവ, കൊടുന്തൂവ, അങ്ങനെയൊക്കെ പല പേരുകളിൽ പല നാട്ടിലും ഇത് അറിയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ തന്നെ ഇത് റെസിപ്പീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു മനസ്സിനൊരു ധൈര്യം വന്നു. എന്നാ ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേക്കാം, അമ്മച്ചിക്കൊപ്പം നായി കേട്ടോ മനസ്സ്. ഞാൻ മുമ്പൊരു വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുണ്ട്, അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അമ്മച്ചിക്ക് ഒരു 10-79 വയസ്സുണ്ട് കേട്ടോ. ഏകദേശം 80 വയസ്സാവാറായി. പക്ഷെ ഇന്ന് വരെ അമ്മച്ചി ഒരു ക്യാപ്സൂളോ അതല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ ഒന്നും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒന്ന് നടുവേദനയ്ക്ക് വല്ല ഒരു മരുന്നോ ഇച്ചിരി കുഴമ്പോ തേക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പുള്ളിക്കാരിയെ സംബന്ധിച്ച് എല്ലാം കഴിക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. ഇലവർഗ്ഗങ്ങളും അതല്ലെങ്കിൽ പറമ്പിൽ തനിയെ കൃഷി ചെയ്തുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റംസാണ് അമ്മച്ചി കൂടുതലും കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പ്രായത്തിലും ഇപ്പോഴും ഇത്രയും ചുറുചുറുപ്പല്ലേ. എനിക്കിപ്പോഴും വിറ്റാമിൻ ഡെഫിഷ്യൻസിയും ഇല്ലാത്ത അസുഖങ്ങളും ഒന്നുമില്ല. അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അമ്മച്ചി തന്നെയാണ് കേട്ടോ ഇതെല്ലാം കംപ്ലീറ്റ് പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. അതിനുശേഷം നന്നായിട്ട് ഇത് വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകും. മീൻസ് നമ്മളിങ്ങനെ കൈ വെച്ച് തിരുമ്മി കഴിയില്ലേ, അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ സ്കിന്നിലൊരു നേർത്ത ഒരു രോമം പോലെ ഒരു സംഭവമുണ്ട്. അത് കംപ്ലീറ്റ് ആ വെള്ളത്തിൻ്റെ കൂടെ പോകും എന്നാണ് അമ്മച്ചി പറഞ്ഞത്. അതിനുശേഷം അമ്മച്ചിക്ക് കൈ ചൊറിഞ്ഞിട്ടേ ഇല്ല. അത് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല എന്നാണ് അമ്മച്ചി പറഞ്ഞേ. അതിനുശേഷം ഇതെല്ലാം ഒരു പ്ലേറ്റിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കൊത്തി അരിയാണ് കേട്ടോ. നല്ല ചെറിയ കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ അമ്മച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു. പണ്ട് വലിയ അസുഖങ്ങളൊക്കെ വരില്ലേ, തലവേദന അതല്ലെങ്കിൽ ഫിക്സ് പോലെയൊക്കെയുള്ള അസുഖം ഉണ്ടാകുമ്പം പണ്ട് ഈ ചെന്നി വന്നു എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വരുന്ന സമയത്ത് അമ്മച്ചിയുടെ ഹസ്ബൻഡൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇല അടർത്തിയിട്ട് ഇത് ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കും. അത് കഴിയുമ്പം ഇതിൻ്റെ ആ എണ്ണ നമ്മുടെ തലവേദന വരുന്ന ഭാഗത്ത് തൂത്തിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറഞ്ഞത്. പക്ഷെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നുമില്ല. അമ്മച്ചി എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോഴേ ഇതെല്ലാം കംപ്ലീറ്റ് അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാ പാകം ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ വീട്ടിലാണ് ഇത് കംപ്ലീറ്റ് കുക്ക് ചെയ്യുന്നത്. അമ്മച്ചി വിറകടുപ്പിൽ കുറച്ച് വാട്ടുകപ്പയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിലെ നമ്മൾ കുറച്ച് വേറെ ഐറ്റംസും കൂടെ കാണിക്കുന്നുണ്ട്. അമ്മച്ചി ഇപ്പോഴും മണ്ണെണ്ണ വിളക്കിലും മറ്റേ എന്താ പറയുക ഓലക്കാലൊക്കെ വെച്ച് വിറകൊക്കെ കത്തിച്ച്, അതുകൊണ്ട് തന്നെ അമ്മച്ചി ഉണ്ടാക്കി തരുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി കൈ ചൊറിയുന്നില്ലേ? ഓ ഇല്ല മോനെ, കൈ ഒന്നും ചൊറിയുന്നില്ല, അത് അന്നേരത്തെ ഉള്ളായിരുന്നു എന്നിങ്ങനെ സ്പീഡിൽ പറയട്ടോ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഈ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ഈ കുട്ടിക്കാലത്ത് നമ്മൾ ഈ പിള്ളേരെല്ലാം കൂടി ഇരുന്നിട്ട് കഞ്ഞിയും കറിയും കളിക്കത്തില്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. ചെറിയ പാത്രവും മറ്റേ വിറകൊക്കെ എന്താ പറയുക ഉണങ്ങാൻ വേണ്ടിയിട്ട് ചേരെന്നാണോ ഇനി പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊക്കെ കെട്ടി അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ തെങ്ങിൻ്റെ കൊതുമ്പും അതൊക്കെ വെച്ചിട്ടാണ് അമ്മച്ചി തീ എരിക്കുന്നത്. എനിക്കിതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ വീടിൻ്റെ ഒരു മുറ്റത്ത് നിന്നിട്ട് അങ്ങോട്ട്
നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ അമ്മച്ചി അതേ ഇവിടെ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കടുക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കൈ തേങ്ങയൊക്കെ നേരത്തെ കുറച്ച് ജീരകവും കാന്താരി മുളകും കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് അമ്മിക്കല്ലിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചല്ല കേട്ടോ, ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ചൊറിയണം അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അമ്മച്ചിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തല്ലിപ്പൊത്തി ചൂട് കുറച്ച് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പം അമ്മച്ചി ഇത് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കും കേട്ടോ. ഇപ്പം തവി മേടിച്ചിട്ട് ഞാനാണ് ഇളക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. നാവെങ്ങാണം ചൊറിയോ, ഇനി ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കുമോ വല്ല പ്രശ്നം ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അമ്മച്ചി ആദ്യമേ അങ്ങ് പറഞ്ഞു, ഇത് ഞാൻ കഴിച്ചു കാണിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ മതിയെന്ന്. പ്രത്യേകിച്ച് എനിക്ക് ഈ ഇലത്തോരനൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള ആളാണെങ്കിലും അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ഐറ്റം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് അരിഞ്ഞതിന് ശേഷം അമ്മച്ചി വീണ്ടും ഒരു കാര്യം ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അമ്മച്ചി ഇതൊന്നും കൂടെ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ഇത് തോരൻ വെച്ചത്, നമ്മൾ ഈ കണ്ട പോലെ. അതിനുശേഷമേ അമ്മച്ചി ഇവിടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല കനൽ ഉള്ള അടുപ്പിൽ കുറച്ച് വറ്റൽമുളകൊക്കെ ചുട്ടെടുത്തിട്ട് കുറച്ച് പുളിയും ഉപ്പും ഒക്കെ വെച്ചിട്ട് അമ്മിക്കല്ലിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാട്ടോ. എനിക്കിത് വലിയ ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഞാനിങ്ങനെ അധികം വാരിയിട്ട് കഴിക്കുന്ന കാണുമ്പോൾ എൻ്റെ അമ്മ പറയും, ഇതുപോലെ ഇത്രയും കഴിക്കരുത്, ബാക്കിയുള്ള കറിയും കൂട്ടാനും ഒക്കെ കഴിക്കുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇത് അധികം ഉണ്ടാക്കാറില്ല. ഞാനിതൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഓടി വരുന്നത് അമ്മച്ചിയുടെ വീട്ടിലാട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു സൂത്രപ്പണി ഈ അമ്മച്ചിമാരുടെ കയ്യിൽ ഭയങ്കര ട്രിക്കാന്നേ. നമ്മളൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് വരില്ല. ഞാനൊക്കെ അടുപ്പിലിട്ട് ചുട്ട് കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞുണങ്ങി അതിൻ്റെ പാട്ടിന് പോവും. എരിവധികം കഴിക്കുന്നത് നല്ലതല്ലെങ്കിലും എന്നാലും നമുക്ക് ഈ കപ്പയും ചക്കയും അതുപോലെ ഈ പുഴുക്കൊക്കെ ഉള്ളപ്പം നല്ല കാന്താരി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈബൊന്ന് വേറെയല്ലേ. അപ്പം അമ്മച്ചതേ ചട്നിയൊക്കെ റെഡിയാക്കി നമ്മുടെ ചൊറിയണം, അതായത് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ആന ചൊറിയണം റെഡിയാക്കി. എനിക്ക് ആ ചട്നി കണ്ടിട്ട് വായിൽ വെള്ളം വരുമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി എനിക്കതേ നല്ല വാട്ടുകപ്പ വേവിച്ചതും പിന്നെന്താ നമ്മുടെ കാന്താരി അല്ലല്ലോ, വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തിയും തേങ്ങ അരച്ച ഉണക്കമീൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ കൊടിത്തൂവ അല്ലെങ്കിൽ കൊടിത്തൂവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആന ചൊറിയണം തോരൻ വെച്ചതും. ഞാനേ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ചയായി എൻ്റെ കയ്യിലിരുന്നിട്ട് എനിക്കിതുവരെ ഇത് കഴിച്ചിട്ട് ഒരു കുഴപ്പവും തോന്നിയില്ല കേട്ടോ. ഞാനിത് കഴിച്ചിരുന്നു. നല്ല മത്തയില തോരൻ വെച്ച് കഴിക്കുന്ന പോലെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യോ ഒരു വൈദ്യത്തെ അടുത്ത് ചോദിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഭയങ്കര ഗുണങ്ങളുള്ള നല്ലൊരു ആയുർവേദ പ്ലാന്റ് ആണ്. ഈ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. അത് ഇടയ്ക്ക് വെച്ച് പറയാൻ ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ബൈ.